എനിക്ക് കാറ്ററിംഗ് ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ കയറി കിച്ചണിലുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തുണികൾ അലക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മുറ്റടിച്ചു വരുന്നത്. മുറ്റത്ത് അങ്ങനെ നല്ല കച്ചറകളൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ ആ റോഡ് സൈഡിൽ ഉണ്ടാവും കേട്ടോ, കുറച്ച് ഇലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അടിച്ചു വാരിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ കുറേ നേരത്തെ അലക്കിയിട്ടിട്ടുണ്ടേനും. അപ്പോൾ വെള്ളമൊക്കെ ചോരാൻ വേണ്ടി വെച്ചിനി ഞാൻ. വെള്ളമൊക്കെ ചോർന്ന് വന്ന് അപ്പോൾ അതൊക്കെ ഞാൻ അയലിൽ തോരൊക്കെ ഇട്ട് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് വേഗം ചിക്കനൊക്കെ വാങ്ങിച്ച് വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കാറ്ററിംഗ് ഉള്ള ദിവസമാണെന്ന്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ 5 കിലോ ചിക്കൻ കടായും അതേപോലെ തന്നെ 3 കിലോ ഗീ റൈസും ആണ് കേട്ടോ. അപ്പോൾ സാധനത്തിനൊക്കെ നമുക്ക് ലിസ്റ്റ് എഴുതി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അടുത്തൊരു കട ഉണ്ട്, അപ്പോൾ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ പോകേണ്ട ആവശ്യമില്ല. ചിക്കൻ പിന്നെ ഞാൻ പോയി വാങ്ങി വന്ന്. ഈ ഒരു ചിക്കൻ കടായിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ 1.5 മിനിറ്റിൻ്റെ വീഡിയോ അല്ലേ, അപ്പോൾ ഒക്കെ കൂടെ ഉൾക്കൊള്ളിക്കാൻ കഴിയൂല. ആദ്യം ചിക്കൻ കടായി ഉണ്ടാക്കി, പിന്നെ ഞാൻ ഗീ റൈസും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തൈര് കൊണ്ടുള്ള സാലഡും കൊടുക്കും, അതേപോലെ തന്നെ ഒരു അച്ചാറും കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഗീ റൈസൊക്കെ ഞാൻ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് വന്നിട്ട് വേഗം സവാളയൊക്കെ അരിഞ്ഞ് അതേപോലെ ഒരു കക്കരിയും പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റൊക്കെ എടുത്തിട്ട് സാലഡൊക്കെ റെഡിയാക്കി കേട്ടോ. നമ്മൾ നാരങ്ങയും ഈത്തപ്പഴം വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ അതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അങ്ങനെ അതാ കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ അടുത്ത വീട്ടിലത്തെ കാക്കയാണ് കേട്ടോ ഓട്ടോയിൽ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കൽ. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ റിച്ച്മോൻ്റെ സാറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേന് ഫുഡ് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടേനും. അപ്പോൾ 6:30 6:45 ആയപ്പോഴത്തേന് ഫുഡൊക്കെ റെഡി ആയിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.